ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞാൻ ഈ ഒരു ട്രേഡിംഗ് ട്രേഡിംഗ് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വർക്കൗട്ടൊന്നും ആയിട്ടില്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാം. എൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പോയിന്റും എല്ലാം ഞാൻ ഫിക്സ്ഡ് ആയിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ലാസ്റ്റ് 16-ാം തീയതി മുതലുള്ള ട്രേഡിങ്ങും അതിൻ്റെ ലോസും കാര്യങ്ങളും കാണിച്ചു തരാം. ഏകദേശം 21,000 രൂപ അടുപ്പിച്ച് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ട്രേഡ്, പക്ഷെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഓവർ ട്രേഡ് വളരെയായിട്ട് കുറച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ എടുക്കുന്നതിനെക്കാട്ടി വളരെ കുറവായിട്ടുള്ള ട്രേഡ്സ് ആണ് ഈ പ്രാവശ്യം ഞാൻ എടുത്തിട്ടുള്ളത്. അത് വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നു. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ 16-ാം തീയതി മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ബൈ വൺ ഓരോ ദിവസത്തിൽ നോക്കാം. 16-ാം തീയതി ദിവസത്തെ മാത്രം നോക്കുകയാണെങ്കിൽ അന്ന് ഏകദേശം ഞാൻ 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ട്രേഡിലും കൂടെ ആയിട്ട് 4,500 പ്രോഫിറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതെ, 3 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 ട്രേഡിൽ അത്യാവശ്യം പ്രോഫിറ്റ് 4,500 പ്രോഫിറ്റ് ആയിരുന്നു. ആ ദിവസം കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം 17-ാം തീയതി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 17-ാം തീയതിയിൽ കുറച്ചധികം ട്രേഡ്സ് ഉണ്ടായിരുന്നു. നിയർലി 6,200 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1, 2, 3, 4, 5, 6 ട്രേഡ് ആറോളം ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 6, 7 ട്രേഡോളം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6,200 റുപ്പീസ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ 21-നാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസം ഏകദേശം 1,500 അടുപ്പിച്ച് 1,900 അടുപ്പിച്ച് എനിക്ക് ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം അത്രയും ലോസ് കുറച്ച് കൈവിട്ട് പോയ ഒരു ഇതായിപ്പോയി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത കണക്ക് മൂവ് ചെയ്തില്ല. അത് മാർക്കറ്റ് ഒരു റേഞ്ച് മാർക്കറ്റ് കണക്കായിപ്പോയി. ഞാൻ അടുത്ത ട്രേഡ് എല്ലാം പെട്ടെന്ന് ഓരോ ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചടിച്ച് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ എടുക്കുന്ന ക്വാണ്ടിറ്റിയെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഓവർ കോൺഫിഡൻസ് കാരണം. പക്ഷേ മാർക്കറ്റ് ഞാൻ വിചാരിച്ച കണക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം ഏകദേശം 9,000 റുപ്പീസ് അടുപ്പിച്ച് ലോസ് വന്നിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ബിഗ്ഗസ്റ്റ് ലോസ്. പിന്നെ അതിന് ശേഷം 23-ൽ ഞാൻ പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് എടുത്ത് 23-ൽ പിന്നെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം ഒരു 8,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രോഫിറ്റ് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല പ്രോഫിറ്റോടുകൂടി എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതിൽ ആകെപ്പാടെ 1, 2 ട്രേഡ് മാത്രമാണ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അതെ, ഇത് ഒരു 5,000 റുപ്പീസ്. അത് പിറ്റേ ദിവസം ഞാൻ ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ട്രേഡിൽ എനിക്ക് 5,000 റുപ്പീസ് ലോസ് വന്നതിന് ശേഷം പിന്നെ ആ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് 27th നോക്കുകയാണെങ്കിലും അത്യാവശ്യം 4,000 റുപ്പീസ് പ്രോഫിറ്റ് ആയിരുന്നു എനിക്ക്. 8,000 വരെ ഹോൾഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ടാർഗറ്റ് അവിടെ അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഞാൻ അത് ടാർഗറ്റ് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്ന മനസ്സുണ്ടായിരുന്നില്ല. അങ്ങനെ അത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 28-ൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 6,500 ലോസും. അതേപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഞാൻ എടുത്തിരിക്കുന്ന ട്രേഡിൻ്റെ എണ്ണം വളരെ കുറവാണ്. 29th നോക്കുകയാണെങ്കിൽ ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. 4,000 റുപ്പീസ് മാത്രം ലോസ്. 13th വരികയാണെങ്കിൽ 3,500 ലോസ്. പക്ഷേ ഈ ലോസുകളിലാണെങ്കിലും ഞാൻ എടുത്തിട്ടുള്ള ആകെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത ട്രേഡുകളുടെ എണ്ണമാണ്. സാധാരണ ഞാൻ എടുക്കുന്ന ട്രേഡുകളെക്കാട്ടി വളരെ കുറവാണ്. ഏകദേശം ഇത്രയും ദിവസങ്ങളിലായിട്ട് 75 ട്രേഡ്സ് ഞാൻ ബാങ്ക് നിഫ്റ്റിയും കൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഈ 75 ഇത് കാണിക്കുന്നത്. ഏകദേശം വളരെ കുറവ് ട്രേഡ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സാധാരണ എടുക്കുന്നതിനെക്കാട്ടി അപേക്ഷിച്ച്. അത് ഞാൻ വളരെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നു. ഇപ്പോഴും ഞാൻ ഡെയിലി 1 ട്രേഡ് എന്നുള്ള രീതിയിലാണ്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് എൻ്റെ സെറ്റപ്പിലും കൂടെ കുറച്ച് ഒരു വ്യത്യാസം വരുത്താനുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ അനലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ എടുത്തിരുന്ന ക്വാണ്ടിറ്റിയിലും വെച്ചിരുന്ന പോയിന്റ്സിലും
കുറച്ച് പ്രശ്നമുള്ളത് കണ്ടത്. അതേപോലെ തന്നെ മിക്ക ട്രേഡും എനിക്ക് ലോസിലോട്ട് പോകുന്നത് റീട്രേസ്മെന്റ് വരുമ്പോഴാണ്. എനിക്ക് അതുവരെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് പെട്ടെന്ന് ഹിറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് നാളിരുന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം എൻ്റെ പൊസിഷൻ സൈസിങ്ങിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഫിക്സ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് മന്ത് എന്തായാലും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്തിലെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ പുതിയൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഈ മന്തിൽ ഏകദേശം 21,000 റുപ്പീസ് അടുപ്പിച്ച് ലോസാണ് എനിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല. ഇത് ഒരു മാർക്കറ്റ് ഫീ ആയിട്ട് കണ്ട് അടുത്ത മാസം തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓ താങ്ക് യു ഗൈസ്.